ഹായ്, വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമുക്ക് നമ്മുടെ ഇന്നലത്തെ അനാലിസിസ് മാർക്കറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇന്ന് നിഫ്റ്റി ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം നിങ്ങൾക്ക് കാണാം, ഈ ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ റെസിസ്റ്റൻസിലും ഒരു സപ്പോർട്ട് എടുത്തോ റെസിസ്റ്റൻസ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ഏകദേശം ഈവനിങ് വരെ പോയിട്ടുള്ളത്. നമുക്ക് കാണാം, നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത റെസിസ്റ്റൻസ് ആയിരുന്നു ഇത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു 3ഓളം ക്യാൻഡിലുകൾ റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷമാണ് ഇതൊരു ഹൈ ആയി ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയും ശേഷം അവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്ത് റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് വന്ന് നമ്മൾ ഇന്നലെ വരച്ചിരുന്ന ട്രെൻഡ് ലൈൻ എടുത്ത് വെച്ച് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് പോകുന്ന രീതിയിലാണ് ഉണ്ടായത്. നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ സംഭവങ്ങൾ. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വരച്ചിരുന്ന ആ ഒരു റെസിസ്റ്റൻസ് ലൈനിനകത്ത് വീണ്ടും ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും. പിന്നീട് നെക്സ്റ്റ് ക്യാൻഡിലിൽ തന്നെ നമ്മളത് 3 മിനിറ്റിൽ എടുത്തിരിക്കുന്നതുകൊണ്ടാണ്, ഒരു 1 മിനിറ്റ് ക്യാൻഡിലാണ് എടുക്കുന്നതെന്നാണ് നമുക്കത് ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. 1 മിനിറ്റ് ക്യാൻഡിലാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു ക്യാൻഡിൽ എടുത്തു, അതിലേക്ക് ഒരു സപ്പോർട്ട് എടുത്തു, നെക്സ്റ്റ് ക്യാൻഡിലിനകത്താണ് ബ്രേക്ക് ചെയ്ത് വരുന്നത്. ഇവിടെയും നമുക്ക് കാണാം, ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിരിക്കുന്നതിനകത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ശേഷം താഴോട്ട് വന്നിരിക്കുന്നു. ദെൻ വീണ്ടും അതിനകത്ത് വന്നു റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഡൗണിലേക്ക് വന്ന് പിന്നീടാണ് അത് കയറിയിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മൾ നെക്സ്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്, പിന്നീട് വീണ്ടും നമുക്ക് ഇന്നത്തെ മാർക്കറ്റും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഒരു ട്രെൻഡ് ലൈനിൽ റെസിസ്റ്റൻസ് എടുത്താണ് രാവിലെ മുതൽ ഈവനിങ് വരെയും അത് പോയിരിക്കുന്നത്. നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു ചാനലിലൂടെ തന്നെയാണ് അതിനകത്ത് എടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ്. ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നു, ഇവിടെ ഒരെണ്ണം എടുത്തിരിക്കുന്നു. ശേഷം ഇവിടെ കുറേ സപ്പോർട്ട് എടുത്ത് കുറേ നേരത്തേക്ക് ആ ചാനലിൽ സസ്റ്റെയിൻ ചെയ്ത് നിന്നതിന് ശേഷം ഒന്ന് താഴോട്ട് വന്നു. അതിനുശേഷം വീണ്ടും മുകളിലേക്ക് കയറി, ശേഷം ഒരു 10-30ഓളം പോയിന്റ് വീണ്ടും മുകളിലേക്ക് കയറി വീണ്ടും ആ ട്രെൻഡ് ലൈനകത്ത് സപ്പോർട്ട് എടുത്തിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ലൈനായിരുന്നു 22,618 ഈ ഒരു റെസിസ്റ്റൻസ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ആ ഒരു ട്രെൻഡ് ലൈനകത്ത് കുറേ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിനകത്ത് കുറേ നേരം സസ്റ്റെയിൻ ചെയ്ത് നിന്നതിന് ശേഷമാണ് ആ സാധനം മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് കയറിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം ഓരോ ഫ്രഷ് എൻട്രീസ്, PE ആണെങ്കിലും CE ആണെങ്കിലും നമുക്ക് ബൈ ചെയ്യാനുള്ള ഓരോ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ഈ സംഭവങ്ങൾ എടുത്തിരിക്കുന്ന ഓരോ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് 1 സെക്കൻഡ് ഇതിൽ നമുക്ക് സപ്പോർട്ട് എടുത്ത് കയറുന്ന സമയത്ത് നമുക്കൊരു PE ഇവിടെ നമ്മുടെ ഇതിനകത്ത് ഈ ഒരു റെസിസ്റ്റൻസിനകത്ത് നമുക്ക് എടുത്ത് ഒന്ന് ഡൗൺ വന്ന് വീണ്ടും കയറി ഒന്ന് ഇവിടെ സപ്പോർട്ട് എടുത്തിരിക്കുന്ന സമയത്ത് നമുക്കൊരു CE എൻട്രി ചെയ്യായിരുന്നു. അത്യാവശ്യം നല്ലൊരു സ്കാൾപ്പിങ്ങിന് പറ്റുന്ന രീതിയിൽ ചെറിയൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്ന രീതിയിലുണ്ടായിരുന്നു. നമുക്ക് ഏകദേശം 26 പോയിൻറ്റോളം നമുക്കവിടെ സ്കാൾപ്പിംഗ് എടുക്കാമായിരുന്നു. ആ രീതിയിലുള്ള സംഭവം ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ഈ ട്രെൻഡ് ലൈൻ ബേസ് ചെയ്ത് കാര്യങ്ങളായിട്ടാണ്. പിന്നെ നമുക്ക് എക്സാക്റ്റ് അവിടുന്ന് താഴേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം എക്സാക്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചിരിക്കുന്ന ആ ഒരു സപ്പോർട്ടിലാണ് വന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും മാർക്കറ്റ് ഏകദേശം കയറിയിരിക്കുന്ന ആ ട്രെൻഡ് ലൈനകത്തേക്ക് കയറിയിരിക്കുന്ന ഏകദേശം മാർക്കറ്റ് എടുത്തിരിക്കുന്ന അവിടെ 104 പോയിൻറ്റോളം നമുക്കവിടെ ബുക്ക് ചെയ്യാമായിരുന്നു. 104 പോയിൻറ്റോളം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഈ സപ്പോർട്ടിനകത്തുനിന്നൊരു CE പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 104 പോയിൻറ്റോളം നമുക്ക് ഇതിനകത്ത് കവർ ചെയ്തെടുക്കാമായിരുന്നു. പിന്നീട് ശേഷം മാർക്കറ്റ് ഒരു ഹയർ ലോ ഫോർമേഷനിലാണ് ഈവനിങ് വരെ പോയിരിക്കുന്നത്. ആ രീതിയിൽ ഇവിടെ നിന്ന് എടുക്കുന്ന ബുക്ക് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് പോകുന്നവർക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യായിരുന്നു. പിന്നെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും അതേ രീതി തന്നെ നമ്മൾ ഇന്നലെ വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈനിൽ എക്സാക്റ്റ് ട്രെൻഡ് ലൈനിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ദെൻ അത് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ആ ഒരു ഇതിനകത്ത് ഒരു റെസിസ്റ്റൻസ് വരച്ചിരിക്കുന്നതിനകത്താണ് മാർക്ക് ചെയ്തിരിക്കുന്നതിലാണ് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. വീണ്ടും നെക്സ്റ്റ് ക്യാൻഡിൽ 2 ക്യാൻഡിൽ കഴിഞ്ഞ ശേഷം വീണ്ടും മുകളിലേക്ക് കയറി പോവുകയും അവിടുന്നൊരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് താഴേക്ക് വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ വരച്ചിരിക്കുന്നതിനകത്ത് വീണ്ടും ഒരു റെസിസ്റ്റൻസ് എടുത്തു വീണ്ടും താഴേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് കയറിയിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ എടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ് വരച്ചിരിക്കുന്നത് എല്ലാത്തും ഇപ്പം അതിന് കഴിഞ്ഞ ശേഷം റെസിസ്റ്റൻസ് വരച്ചിരിക്കുന്ന 2 സംഭവത്തിനും കുറേ നേരം കൺസോൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് മാർക്കറ്റ് കയറിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യുന്നത് ഈ കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ, കുറേ നേരം കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ നിന്നും ഏകദേശം നമ്മൾ ഒരു പർച്ചേസ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനിനകത്ത് കുറേ നേരം കൺസോൾട്ടേഷൻ കഴിഞ്ഞ ശേഷമാണ് പോയിരിക്കുന്നത്. നിഫ്റ്റിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇതിനകത്തും ഒരേ രീതിയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ഒരു ട്രെൻഡ് ലൈനിലൂടെ തന്നെയാണ് മാർക്കറ്റ് വൈകുന്നേരം വരെ മാർക്കറ്റ് പോയിരിക്കുന്നത്, ഈ ഒരു ട്രെൻഡ് ലൈനിലൂടെ തന്നെയാണ്. ഓക്കെ,
പിന്നെ മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുക, ഇന്നൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം ഇനി നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുതിയ റെസിസ്റ്റൻസ് ആയി വന്നതിന് ശേഷം ഉണ്ടായിരിക്കുക. നമുക്കിപ്പം ഇനി സപ്പോർട്ട് ലൈൻസും കാര്യങ്ങളൊക്കെ നാളത്തേക്കുള്ള 30/4/2024 നാളത്തേക്കുള്ള റെസിസ്റ്റൻസും സപ്പോർട്ടും ഏതൊക്കെയാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും വരുന്നതെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അത് നിഫ്റ്റിയിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ഹയർ ടൈം ഫ്രെയിം എടുക്കുകയാണെന്ന് വെച്ചാൽ 50 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസും സപ്പോർട്ടായിട്ട് ഫേസ് ചെയ്യുന്ന സംഭവങ്ങൾ നമുക്ക് 22 നിഫ്റ്റിയിൽ നമുക്ക് കാണാവുന്നതാണ്. ഒരു നെക്സ്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്യുന്ന 22,696. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന 22,777 ആ രീതിയിൽ വരുന്ന ഇത് രണ്ടും നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വരുന്ന റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നതാണ്. പിന്നെ ഇന്നത്തെ ഹൈ ആയിട്ട് വരുന്ന സംഭവം നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഇന്നത്തെ ഹൈ ആയിട്ട് വരുന്ന സംഭവം 22,652 നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. നാളെ മാർക്കറ്റ് ഏത് രീതിയിലാണോ ഓപ്പൺ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് നോക്കിയാൽ ഗ്യാപ്പ് അപ്പ് ആണ് വരുന്നതെങ്കിൽ ഇത് നമ്മളൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഈ ട്രെൻഡ് ലൈൻ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് CE എൻട്രി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ മാർക്കറ്റ് മുകളിലേക്കാണ് കയറുന്നതെങ്കിൽ തൊട്ട് മുകളിൽ 22,696 റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴേക്ക് ഒരു മാർക്കറ്റ് വന്നതിന് ശേഷം അതൊക്കെയാണെങ്കിൽ തന്നെ തിരിച്ച് അങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് CE പ്ലാൻ ചെയ്യാവുന്നതാണ്. മാർക്കറ്റിൻ്റെ മൊമെൻറ്റത്തിനനുസരിച്ച് നമുക്ക് CEO PO നോക്കി പ്ലാൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു റെസിസ്റ്റൻസ് 22,696 കഴിഞ്ഞാൽ 22,777 നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഓവറോൾ കഴിഞ്ഞ കുറച്ച് നമ്മളൊരു ഹയർ ടൈം ഫ്രെയിമിലേക്ക് എടുത്ത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ആൾറെഡി ഒരു അപ് ട്രെൻഡിലാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു സംഭവത്തിൽ ഹയർ ലോ ലെവൽ ക്രിയേറ്റ് ചെയ്താണ് മാർക്കറ്റ് പോകുന്നത്. നമുക്ക് ഈ ഒരു ഇതിനകത്ത് വരുന്നവരെ ഒരു അപ് ട്രെൻഡ് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈനകത്ത് ടച്ച് ചെയ്യുന്നവരെ നമുക്കൊരു അപ് ട്രെൻഡ് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു 22,900 ആ റേഞ്ചിലൊക്കെ നമുക്ക് അപ് ട്രെൻഡ് പ്രതീക്ഷിച്ച് അവിടെ നിന്ന് പിന്നീട് ഡൗൺ ട്രെൻഡിന് സാധ്യതയുള്ളൂ. ചെറിയ രീതിയിൽ ഇൻട്രാഡേ രീതിയിലൊക്കെ 1-2 ദിവസങ്ങളിലേക്കുള്ള ഡൗൺ ട്രെൻഡ് ഉണ്ടെങ്കിലും മാർക്കറ്റ് പൊതുവേ അപ് ട്രെൻഡിൽ തന്നെയാണുള്ളത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയും ഒരു ട്രെൻഡ് ലൈൻ്റെ താഴെ വന്നിട്ടാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി പോരാത്തതിന് 49,466 റേഞ്ചിലുള്ള ഒരു ഫ്രഷ് പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുന്ന കേസിൽ നമ്മളൊരു 5 മിനിറ്റ് ക്യാൻഡിൽ എടുത്തിട്ട് ഫിബിനോച്ചി വരച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ഫിബിനോച്ചി വരച്ച് നോക്കുകയാണെങ്കിൽ നാളത്തേക്ക് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പറ്റുന്ന 0.236 ഏകദേശം 0.236 വരെയാണെങ്കിൽ ഏകദേശം ഈ ഒരു മാർക്കിലാണ് വരുന്നത്. 49,144. ഇവിടുന്ന് ഡൗൺ സൈഡിലേക്ക് താഴേക്ക് വരുന്നതാണെങ്കിൽ 22,49,144 റെസിസ്റ്റൻസ് നോക്കാം. 0.382 ആണെങ്കിൽ 48,925 വരുന്നത്. 0.5ൻ്റെ 48,782 വരുന്നത്. 48,782 താഴേക്ക് പോവുകയാണെങ്കിൽ മാത്രം ഒരു ബിയറിഷ് സൈഡ് നോക്കിയാൽ മതി. ഇത്രയും റീട്രേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ പേഴ്സണലി എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു 0.236 ലെവലിനകത്ത് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറുമെന്നുള്ള രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്. നാളത്തെ മാർക്കറ്റിനകത്തുള്ള എന്തെങ്കിലും ന്യൂസോ കാര്യങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്.